ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമാണ് മർത്യജന്മം. മനുഷ്യ ശരീരം അപാരമായ കഴിവുകളോടുകൂടിയാണ് ഈ ശരീരത്തെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശ്വരത്വത്തിലേക്ക് ഉയരാൻ പറ്റിയ എല്ലാ ഘടകങ്ങളും ഈ ശരീരത്തിൽ. മറ്റു ശരീരത്തിൽ ഇതിന് സാധ്യമല്ല. എല്ലാ ജീവികളും അതിൽ നിന്നാണ് വന്നത്. പക്ഷേ അതിലേക്ക് തിരിച്ചു പോകാൻ മറ്റു ശരീരങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നാൽ അതിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് ഇവിടെ ആസ്വദിച്ച് ജീവിക്കാനും അതിലേക്ക് തന്നെ തിരിച്ചു പോകാനും പറ്റിയ ഒരു ഉപകരണമാണ് മർത്യദേഹം. മനുഷ്യ ശരീരം സൃഷ്ടിച്ചപ്പോഴാണ് സൃഷ്ടാവ് കൃതാർത്ഥനായത് എന്ന് പറയുന്നു. അത്രയും മഹത്തായ മനുഷ്യ ജീവിതമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വമറിയുന്നവർ പാഴാക്ക പാഴ്വേലകളിൽ അമൂല്യമായുസ്സിനെ. എന്നാൽ ഇത്ര മഹത്തായതാണ് ഈ ശരീരമെങ്കിലും ഈ ശരീരത്തിനും വൃദ്ധക്ഷയങ്ങളുണ്ട്, ജനന മരണങ്ങളുണ്ട്. ഇതിനൊരു കാലാവധിയുണ്ട്. അത് കഴിഞ്ഞാൽ എത്ര സുന്ദരമായ ദേഹമായാലും എത്ര ആരോഗ്യമുള്ള ശരീരമാണെങ്കിലും അത് ജീർണിക്കുക തന്നെ ചെയ്യും. അത് ഇവിടെ ഉപേക്ഷിക്കേണ്ടതായും വരുന്നു. അതിനാൽ കിട്ടുന്ന ജീവിതാവസരത്തെ നാം ഇതെല്ലാം ആസ്വദിക്കുന്നതിനും തൻ്റെ സ്വരൂപമെന്തെന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടിയായിരിക്കണം. കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയുമെല്ലാം പിന്നാലെ ഓടിപ്പോയി സ്വന്തം സ്വരൂപത്തെ മറന്ന് താൻ ദുഃഖിയും ദീനനുമായി തീരാതെ പരമാനന്ദിയായി പരിപൂർണനായി സംതൃപ്തിയോടുകൂടി കൃതാർത്ഥനായി തൻ്റെ ജന്മം സഫലമായെന്ന ആ സംതൃപ്തിയോടുകൂടി ഈ ദേഹത്തെ ഉപേക്ഷിക്കാറാവണം. ദേഹം നാമല്ല എന്നും നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി ഈശ്വരൻ തന്നതാണ് ദേഹം എന്നുമുള്ള ബോധം എപ്പോഴും വേണം. ഇതിനകത്തിരിക്കുന്നത് ആ സർവേശ്വരനാണ് എന്ന ബോധം മറന്നതുകൊണ്ടാണ് ഞാനെന്ന വ്യവഹാരം ഇവിടെ ഉണ്ടായത്. ഞാനെന്നതുണ്ടായതോടുകൂടി ആ ഈശ്വരത്വം മറക്കുകയും അത് അന്യവസ്തുക്കളിൽ തേടാൻ തുടങ്ങുകയും ചെയ്തു. അത് വേറെയാണെന്ന ഭാവത്തിൽ അതിനെ അന്വേഷിച്ചലയുകയാണ് ഇന്ന് ലോകം മുഴുവൻ. എന്നാൽ അത് അന്വേഷിക്കേണ്ടതല്ല. താക്കോല് തൻ്റെ കീശയിൽ തന്നെ ഇട്ട് പുറം ലോകങ്ങളിൽ താക്കോല് തെളിയുന്നത് പോലെയാണത്. അതുപോലെ അതെവിടെയാണുള്ളതെന്നറിഞ്ഞ് ആ ഉള്ള സ്ഥലത്ത് തിരഞ്ഞാൽ മാത്രമേ അതിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. മറ്റെവിടെ തിരഞ്ഞാലും അത് കാണാൻ സാധിക്കുകയില്ല. ഇതാണ് നാം മനസ്സിലാക്കേണ്ട പരമസത്യം. മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വമറിയുന്നവർ പാഴാക്ക പാഴ്വേലകളിൽ അമൂല്യമായുസ്സിനി. നമ്മളെ വിലയേറിയ ഇതിൻ്റെ മഹത്വം അറിയുന്ന ഒരാൾ നിസാരമായ വസ്തുക്കൾക്ക് വേണ്ടി ഈ നിശ്ചിതമായ ആയുസ്സിനെ വിനിയോഗിച്ച് നഷ്ടപ്പെടുത്തുകയില്ല. പരമമായ കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം ഇതിനെ വിനിയോഗിക്കേണ്ടത് എന്ന് നമുക്ക് താക്കീത് തരികയാണ്. ഇത് വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് ഇത് ഒരിക്കലും മറക്കാത്ത വിധത്തിൽ ഈ അവസ്ഥയിലേക്ക് ഉയരാനാണ് നാം പരിശ്രമിക്കേണ്ടത്. മനുഷ്യൻ ഉത്കൃഷ്ട ജീവിയാണെന്ന് കരുതി അതിൽ അഹങ്കരിക്കാനല്ല ഈ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. മർത്യജീവിതത്തിൻ്റെ മഹത്വമറിയുന്നവർ പാഴാക്ക പാഴ്വേലകളിൽ അമൂല്യമായുസ്സിനെ.